ഉടമ്പടിയിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? ഉടമ്പടി എടുക്കുമ്പോൾ ദൈവവുമായിട്ട് ബയലാട്ടർ എഗ്രിമെൻ്റാണ്. ദൈവം ഒരു വ്യക്തി, നിങ്ങളൊരു വ്യക്തി. ആ ദൈവത്തോട് ഉടമ്പടി എടുക്കാൻ ഞാൻ ദൈവത്തെപ്പോലെ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ, ആദ്യത്തെ ഉടമ്പടിക്കാരനോട് ദൈവം എന്താണ് ആവശ്യപ്പെട്ടത്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. പിന്നെന്താ പറഞ്ഞത്? നീ പരിശുദ്ധനാണ്, വിശുദ്ധി പാലിക്കണം. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത്. നീ എൻ്റെ ഒന്ന് പറഞ്ഞ, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാവുക, വിശുദ്ധി പാലിക്കുക. അപ്പം നോൻപിൻ്റെ അരൂപിയും നമ്മൾ ഉടമ്പടിയുടെ ധ്യാനങ്ങളൊക്കെ കൂടുമ്പോഴേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ചിലപ്പോൾ അനുഗ്രഹങ്ങൾ ദൈവം തന്നു കാണും. അത് നിങ്ങളുടെ പാപത്തിന് കിട്ടിയ ലൈസൻസ് അല്ല. ചില ആൾക്കാർ പറയും ഞാൻ മാറ്റമൊന്നുമില്ല, ഞാൻ പഴയ ആൾ തന്നെയായിട്ട് ജീവിക്കണം, എന്നാലും എനിക്ക് ഉടമ്പടി വെച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയല്ല എന്ന് ഓർക്കും. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ചില ആൾക്കാർ ചില വിഡ്ഢികളെ ധരിക്കണം അങ്ങനെയാണ്. എടാ ഞാൻ പാപിയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കുമോ? ഞാൻ ഉടമ്പടി വെച്ചിട്ടും എനിക്ക് ഞാൻ പറഞ്ഞതെല്ലാം കിട്ടിയല്ല എനിക്ക്, അപ്പോൾ എൻ്റെ പാപം ദൈവം അംഗീകരിച്ചെന്നില്ല. അതല്ല പ്രശ്നം. നിൻ്റെ പാപാവസ്ഥ വെച്ചുകൊണ്ട് ദൈവം നിനക്കൊരു അനുഗ്രഹം തന്നാൽ ദൈവം പ്രീസപ്പോസ് ചെയ്യണത് എന്താണ്? നീ അത് മനസ്സിലാക്കിയിട്ട് അനുതാപത്തിലേക്ക് വരും. പക്ഷേ നീ എന്ത് ചെയ്യും? പറവനെ പോലെ പിന്നെയും കഠിനമാകും. കഠിനമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ദൈവം അനുദപിക്കാനുള്ള പുസ്തകം എടുത്തുകൊണ്ട് പോകും. ഇനി നീ അനുദപിക്കണ്ടെന്ന് പറയും. കാര്യം അനുതാപമില്ലാത്ത അവസ്ഥയായിട്ട് പോലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, എന്നിട്ട് നീ അതൊരു വളമായിട്ട് എടുത്തുകൊണ്ട് ആ കഠിന ഹൃദയത്തോട് തന്നെ ജീവിച്ചു. നീ ഇനി അനുദപിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. കാര്യം അനുദപിക്കാൻ നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അനുദപിക്കാൻ പറ്റത്തില്ല. അസ്വീകാര്യമായ ദിവസം വരും. അനുതാപത്തിനുമുണ്ട് സ്വീകാര്യ സമയവും അസ്വീകാര്യമായ സമയവും. ദൈവം കാത്തിരുന്ന് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നീ അനുദപിച്ചാലും സ്വീകാര്യമായിരിക്കത്തില്ല. അതുകൊണ്ട് രക്ഷയുടെ ദിവസം എന്നൊക്കെ പറയണം, സ്വീകാര്യമായ സമയം. 2 കൊരിന്ത്യർ 6:2 അവിടുന്ന് അരുൾ ചെയ്തു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. അപ്പൊ അനുദപിക്കാൻ ഒരു കാലമുണ്ട്. ഈ അനുഗ്രഹത്തിന്റെ കാലം എന്ന് പറയുന്നത് തന്നെ അനുതാപത്തിന്റെയും കാലമാണ്.